യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. കാരുണ്യവാനായ യേശുവിൻ്റെ നാമത്തിൽ ലോക രക്ഷകനായ കർത്താവായ ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ ശാലോം പ്രേക്ഷകരെയും ഈ ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യേശു ഇന്ന് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പോവുകയാണ്. നിൻ്റെ ജീവിതത്തെ ഒന്ന് തൊടുവാൻ, നിന്നെ ഒന്ന് അനുഗ്രഹിക്കുവാൻ, നിന്റെ കണ്ണുനീര് ഒന്ന് തുടയ്ക്കുവാൻ യേശുവിന് ഒത്തിരിയേറെ ആഗ്രഹമുണ്ട്. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. യേശുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും കണ്ണുനീരും രോഗങ്ങളും കടബാധ്യതകളും സമർപ്പിക്കുന്നു. യേശു നിങ്ങൾക്കായി അത്ഭുതങ്ങൾ ചെയ്യും. ഉറപ്പാണ്, യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം മനുഷ്യനുമായിട്ട് ഉടമ്പടി വയ്ക്കുന്നു. അബ്രാഹത്തെ ദൈവം തിരഞ്ഞെടുത്തു, അനുഗ്രഹിച്ചു. ദൈവമായിട്ട് വലിയ ഒരു ഉടമ്പടി അബ്രാഹത്തിന് ഉണ്ടാവുകയാണ്. ദൈവം തിരഞ്ഞെടുത്ത പഴയ നിയമത്തിലെ ശക്തരായ ദൈവദാസന്മാരുമായിട്ട് ദൈവം ഉടമ്പടി വെച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ എല്ലാ ഉടമ്പടികളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുക. ദൈവമാണ് മനുഷ്യൻ്റെ എല്ലാമെന്ന് എല്ലാവരും അറിയണം. ദൈവത്തെ കൂടാതെ ഒന്നും സാധ്യമല്ല. ആ ദൈവമായിട്ടുള്ള ഉടമ്പടി എന്ന് പറയുമ്പോൾ, ആ ഉടമ്പടി അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരുതലാണ്, ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണ്. ഞങ്ങൾക്ക് രക്ഷ നൽകുവാൻ വേണ്ടി കർത്താവ് കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. നമുക്ക് രക്ഷ നൽകാൻ വേണ്ടി കർത്താവ് ഉയർത്തിയിരിക്കുന്ന കോട്ടകൾ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കോട്ട. യേശുനാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ യേശുനാമത്തിൻ്റെ ശക്തമായ സംരക്ഷണത്തിൻ്റെ കോട്ട.
ദൈവവചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ നമ്മൾ ആവുകയാണ്. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചുകൊണ്ട് തൻ്റെ ഭക്തർക്ക് സംരക്ഷണം നൽകുന്നു. അങ്ങനെ വ്യത്യസ്തമായ വിധങ്ങളിൽ ദൈവം മനുഷ്യന് സംരക്ഷണം നൽകുകയാണ്. അത് ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ വചനം കൽപ്പനകൾ പാലിക്കുന്ന, ദൈവത്തിൻ്റെ ഉടമ്പടിയോട്, മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടിയോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ രക്ഷയുടെയും കരുതലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും വലയിലാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു തൻ്റെ അന്ത്യ അത്താഴ സമയത്ത് പറയുന്ന ചില പ്രധാനപ്പെട്ട വചനങ്ങൾ ലൂക്കാ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം പറയുന്നു, ഈ പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിക്കുവാൻ അത്യധികം ഞാൻ ആഗ്രഹിച്ചു. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്? ഈ പെസഹ ഭക്ഷിക്കുവാൻ അത്യധികം ഞാൻ ആഗ്രഹിച്ചു. ആ പെസഹ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കുഞ്ഞാടായ ക്രിസ്തു തന്നെ തന്നെ സമർപ്പിക്കാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയായിരുന്നു. യേശു പീഡ സഹിച്ചു. ആ പീഡാസഹനത്തിനു മുൻപ് തൻ്റെ അപ്പസ്തോലന്മാരോടൊപ്പം ഇരുന്ന് അവസാനത്തെ അത്താഴം ഭക്ഷിക്കുകയാണ്. അപ്പം കൈകളിലെടുത്ത് ആശീർവദിച്ചു മുറിച്ചുകൊണ്ട് യേശു ഇപ്രകാരം പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക. ഇതെൻ്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുക. യേശു തൻ്റെ ശരീരം നമുക്ക് വേണ്ടി പങ്കുവെച്ചു നൽകുകയാണ്. മാനവരാശി രക്ഷ പ്രാപിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ തകർക്കപ്പെടലിൻ്റെ വിലയിൽ, തിരുശരീര രക്തങ്ങളുടെ സ്വീകരണത്തിൻ്റെ യോഗ്യതയിലാണ്. യേശു പാനപാത്രമെടുത്തു. ആ പാനപാത്രത്തിൻ്റെ ഉള്ളിൽ വീഞ്ഞുണ്ടായിരുന്നു. യേശു പറയുകയാണ്, അനേകരുടെ പാപമോചനത്തിനു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയുടെ രക്തം, ഉടമ്പടിയുടെ രക്തം. ദൈവപുത്രനായ ക്രിസ്തു മാനവരാശിയുമായിട്ട് ഒരു ഉടമ്പടി വയ്ക്കുകയാണ്. ആ ഉടമ്പടി തൻ്റെ തന്നെ രക്തം കൊണ്ടാണ് അവൻ സ്ഥാപിച്ചത്. അനേകരുടെ പാപമോചനത്തിനു വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പടിയുടെ രക്തം, ഉടമ്പടിയുടെ രക്തം. ഒരു കവനന്റ്, ഒരു ഉടമ്പടി യേശു മനുഷ്യനുമായിട്ട് ചെയ്യുകയാണ്. അത് രക്തത്താലുള്ള ഉടമ്പടിയാണ്. മാനവരാശിയെ തൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് യേശു രക്ഷിച്ചു. പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. കൃപയുടെ സമൃദ്ധി മാനവരാശിയുടെ മേൽ, ഈ കൃപയുടെ സമൃദ്ധി ഒഴുകുവാൻ തുടങ്ങിയത് യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെയാണ്. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ സമ്പൂർണ്ണ യോഗ്യതയിലാണ് പിതാവ് മാനവരാശിയുടെ മേൽ തൻ്റെ സമൃദ്ധമായ കൃപ വർഷിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പാപം വർദ്ധിച്ചിടത്ത് കൃപ വർദ്ധിച്ചു. മാനവരാശിയുടെ മേൽ കൃപ ദൈവം ചൊരിയുന്നുവെങ്കിൽ പിതാവായ ദൈവം മാനവരാശിയോട് കരുണ കാണിക്കുന്നു, ക്ഷമിക്കുന്നു, തൻ്റെ കൃപ ചൊരിയുന്നുവെങ്കിൽ
യേശുവിൻ്റെ പരിശുദ്ധ ചോര മാനവരാശിക്ക് മുൻപിൽ ഉടമ്പടിയുടെ രക്തമായി എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവസന്നിധിയിൽ ആ രക്തം വാദിക്കുകയാ. മാനവരാശിയുടെ മേൽ യേശുവിൻ്റെ രക്തം ഉടമ്പടിയായിട്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഒന്ന് വിളിച്ച യേശുവിൻ്റെ രക്തത്തെ. യേശുവിൻ്റെ രക്തമാണ് നമുക്ക് ജീവൻ നൽകുന്നത്. യേശുവിൻ്റെ രക്തമാണ് നമുക്ക് ശക്തി നൽകുന്നത്. യേശുവിൻ്റെ രക്തമാണ് നമുക്ക് പാപമോചനം നൽകുന്നത്. യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്, ജീവനുണ്ട്. യേശുവിൻ്റെ രക്തം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. യേശുവിൻ്റെ രക്തം സാത്താന്റെ കോട്ടകളെ തകർക്കുകയാ. മാനവരാശിയെ ദൈവപിതാവ് രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ പ്രിയപുത്രൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ചിന്തപ്പെടുവാൻ വിട്ടുകൊടുക്കുകയാ. കൃപയുടെ സമൃദ്ധി, സമൃദ്ധമായ കൃപ മാനവരാശിയുടെ മേൽ ചൊരിയുന്നത് യേശുവിൻ്റെ രക്തം ചിന്തലിൻ്റെ വിലയിലാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് യേശു ക്രിസ്തുവിൽ പാപമോചനമുണ്ട്, രക്ഷയുണ്ട്. നമുക്കെല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചവരും ഇന്ന് ജീവിച്ചവരും ഇനി ജനിക്കാൻ പോകുന്നവർക്കും യേശു ക്രിസ്തുവിൻ്റെ രക്തം വഴി രക്ഷയുണ്ട്, പാപമോചനമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് നമുക്ക് രക്ഷ നൽകുന്നത്. രക്ഷ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ സമഗ്ര വിമോചനമാണ്. ആത്മീയമായി, ശാരീരികമായി, മാനസികമായി, സാമൂഹ്യ മണ്ഡലത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും യേശു സമ്പൂർണമായിട്ട് രക്ഷ നൽകുന്നവനാ. നിനക്ക് വിടുതൽ നൽകുവാൻ, രക്ഷ നൽകുവാൻ യേശു തൻ്റെ രക്തം ചിന്തി. ഹല്ലേലൂയ. എല്ലാവരും രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചു യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തെ ഒന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ ഒന്ന് കഴുകണമേ. ഞങ്ങൾ പാപികളാണ്, ഞങ്ങളിൽ അശുദ്ധിയുണ്ട്, ഞങ്ങളിൽ മ്ലേച്ഛതയുണ്ട്. ഞങ്ങളുടെ പാപങ്ങളിലേക്ക്, അശുദ്ധിയിലേക്ക് അങ്ങയുടെ തിരുരക്തമൊഴുക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ. ഞങ്ങൾക്ക് നിത്യരക്ഷ നൽകണമേ. അങ്ങയുടെ പരിശുദ്ധ ചോരയുമായി ഉള്ള ദൈവത്തിൻ്റെ ഉടമ്പടി ഓർക്കണമേ. അവിടെ യേശു മാനവരാശിയുമായിട്ട് ഉടമ്പടി വെച്ചത് തൻ്റെ രക്തം കൊണ്ടാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ ഉടമ്പടി 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം പറയുന്നു, യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിന് പരിശുദ്ധിയുണ്ട്. യേശുവിൻ്റെ രക്തത്തിന് ജീവനുണ്ട്. യേശുവിൻ്റെ രക്തം നിർമ്മലമാണ്. യേശുവിൽ പാപമില്ല. അവൻ ദൈവമാണ്. ആ രക്തം കൊണ്ട് മാനവരാശി കഴുകപ്പെടുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ ആഴമായ ഒരു കഴുകൽ, ഒരു വിശുദ്ധീകരണം, ഒരു വിടുതൽ നമുക്ക് ലഭിക്കുകയാണ്. ആര് യേശുവിൻ്റെ രക്തത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴും ആ രക്തത്തിൻ്റെ അഭിഷേകം ഉണ്ടാവുകയാണ്. ആ രക്തത്തിൻ്റെ ശക്തി തുറക്കപ്പെടുകയാണ്. കാരണം യേശുവിൻ്റെ രക്തം പരിശുദ്ധ രക്തമാ. യേശുവിൻ്റെ രക്തം വിശുദ്ധ രക്തമാ. യേശു ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാലാ പരിശുദ്ധ കന്യകാമറിയത്തിൽ ജനിച്ചത്. ദൈവപിതാവിൻ്റെ രക്തം തന്നെയാ യേശു ക്രിസ്തുവിൻ്റെ രക്തം. പാപത്തിൻ്റെ കറയോ
കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം. ആ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് നമ്മൾ കഴുകപ്പെടുകയാ, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാ. മാനവരാശിക്ക് വേണ്ടി പിതാവ് നൽകിയ മോചനത്തിൻ്റെ ഉടമ്പടി യേശുവിൻ്റെ പരിശുദ്ധ രക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നിരന്തരമായിട്ട് അപകടങ്ങൾ, തട്ടും മുട്ടുമൊക്കെ സംഭവിക്കുന്നു. ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, യേശുവേ അങ്ങയുടെ രക്തം കൊണ്ട് ആ വാഹനങ്ങളെല്ലാം മുദ്രയിടണം. അപ്പോൾ ഞാൻ ഒരു ദർശനം കണ്ടു. ആ മകൻ്റെ വാഹനത്തിൻ്റെ മേൽ ഒരു തുള്ളി രക്തം ഇങ്ങനെ വീണ് ചില്ലിലൂടെ ഒഴുകുകയാണ്. പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം ആ വാഹനത്തിൻ്റെ മേൽ ഒരു ബൈക്ക് യാത്രക്കാരൻ വന്ന് കയറി ഇടിച്ചു. ബൈക്ക് അപ്പാടെ തകർന്നു പോയി. യാത്രക്കാരൻ തെറിച്ച് റോഡിലേക്ക് വീണു. ഒന്നും സംഭവിച്ചില്ല. ബൈക്ക് തകർന്നു. യാത്രക്കാരൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലുമില്ല. ആ മകൻ്റെ വാഹനത്തിന് ഒരു പരിക്കും സംഭവിച്ചില്ല. കർത്താവിൻ്റെ രക്തം നമുക്ക് സംരക്ഷണം നൽകുകയാ. അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, മാനവരാശിയെ തകർക്കാനായിട്ട് അവിശ്രാന്തം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ ശക്തിയിൽ നിന്ന്, പിശാചിൻ്റെ കപട തന്ത്രങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് യേശുവിൻ്റെ ചോരയാ, യേശുവിൻ്റെ രക്തമാ. ആ രക്തം നമുക്കും നമ്മുടെ ഭവനത്തിനും വാഹനങ്ങൾക്കും വസ്തുവകൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും എല്ലാറ്റിനും സംരക്ഷണമായിട്ട് മാറുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ആ രക്തം നമ്മളെ പൊതിയും, ആ രക്തം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ അങ്ങയുടെ പരിശുദ്ധ രക്തത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ജയമുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് വിജയമുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ സാത്താൻ്റെ അടിമത്വത്തിൻ്റെ ചങ്ങലകൾ നമ്മൾ തകർക്കുകയാണ്. ഹല്ലേലൂയ. സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം, പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. പാപത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന് ദാവീദ് ഭവനത്തെ, ജെറുസലേം നിവാസികളെ കഴുകി വിശുദ്ധീകരിക്കാൻ ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ആ ഉറവയുടെ കേന്ദ്രം യേശു ക്രിസ്തുവ. അവൻ്റെ ശരീരത്തെ മുറിവുകളിൽ നിന്ന് ഒഴുകി ഇറങ്ങിയ തിരുരക്തം, ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. അവൻ്റെ ശരീരത്തിലെ ഓരോ മുറിവുകളിലൂടെയും ഒഴുകിയ രക്തം, ഉറവയിൽ നിന്ന് വെള്ളം ചീറ്റി ഒഴുകുന്നത് പോലെ അവൻ്റെ ശരീരത്തിലെ മുറിവുകളിൽ നിന്ന് തിരുരക്തം ചീറ്റി ഒഴുകി ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. സഖറിയ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചതാ. മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വിശുദ്ധീകരിക്കുവാൻ ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ആ ഉറവ ക്രിസ്തുവ. അവൻ്റെ മുറിവിലൂടെ ഒഴുകിയ രക്തം, ആ രക്തത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാ. ആ രക്തത്താൽ നമ്മൾ മോചനത്തിലേക്ക് കടന്നു വരികയാ. ആ രക്തത്താൽ സാത്താന്റെ തല തകർക്കപ്പെടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ മേലുള്ള സാത്താന്റെ ചങ്ങലകൾ തകർക്കപ്പെടുകയാ. ജെറമ്യാ 38, നിന്റെ കഴുത്തിലെ നുഖങ്ങൾ ഞാൻ തകർക്കും. നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന് മേൽ പിശാചിട്ട ശാപത്തിന്റെ ചങ്ങലകൾ, പാരമ്പര്യ ബന്ധനങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ തകർക്കപ്പെടുകയാ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം
നമ്മളെ കഴുകുകയാണ്, നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിന്റെ 11-ാം വചനം, അവിടെ ഒരു ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട്. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം, പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തനിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. യേശുവിൻ്റെ രക്തം ജലരഹിതമായ കുഴിയിൽ നിന്ന്, പൊട്ടക്കിണറ്റിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന്, സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന്, സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ രക്തമാ. അവൻ്റെ രക്തം നമ്മളെ വിടുവിക്കുക. സകല അദൃശ്യമായ സാത്താൻ്റെ ചങ്ങല പൂട്ടുകളും യേശുവിൻ്റെ രക്തത്താൽ തകർക്കപ്പെടുകയാ. മാനവരാശിയുമായിട്ട് യേശു തൻ്റെ രക്തത്തിൻ്റെ ഉടമ്പടി സ്ഥാപിച്ചിരിക്കുകയാ. ഇതാണ് പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി. പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി ഇതാ. എൻ്റെ രക്തം യേശു വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 10-11 വചനത്തിൽ ഇപ്രകാരം യോഹന്നാൻ ശ്ലീഹ ആത്മാവിൽ നിറഞ്ഞെഴുതി വച്ചിരിക്കുന്നു. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും, നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ അത് ക്രിസ്തുവിലൂടെയാ. ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. ഈ അഭിഷിക്തൻ അറക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവ. അവന്റെ ആധിപത്യം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. അവൻ ഇതാ ആധിപത്യം കഴിഞ്ഞിരിക്കുകയാ. അവൻ ആധിപത്യം ഏറ്റെടുത്തിരിക്കുക. ലോകത്തിൻ്റെ മേൽ, പിശാചിൻ്റെ മേൽ അവൻ ആധിപത്യം ഏറ്റെടുത്തു കഴിഞ്ഞു. അറക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാപകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. ദൈവസമക്ഷം മനുഷ്യനെ പഴിപറയുന്ന, ദൈവമക്കളെ കണിയിൽ വീഴ്ത്തുന്ന സാത്താൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ, പിശാചിൻ്റെ മേൽ വിജയം നേടി. അവർ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട്, ദൈവവചനം കൊണ്ട് പിശാചിൻ്റെ മേൽ വിജയം നേടി. ഹല്ലേലൂയ. അവർ വിജയം നേടി. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട്, ദൈവവചനം കൊണ്ട് അവൻ വിജയം നേടി. ലൂക്കാ 4 നാം വായിക്കുന്നുണ്ട്, യേശുവിനെ പിശാച് പരീക്ഷിക്കുമ്പോൾ യേശു പിശാചിനെ വചനത്താൽ നേരിടുകയാണ്. മത്തായി 4:10 യേശു കൽപ്പിക്കുന്നു, സാത്താനെ നീ ദൂരെ പോകുക. നമുക്ക് സംരക്ഷണമുണ്ട് കർത്താവിൻ്റെ. അവൻ്റെ രക്തം കൊണ്ട് അവൻ നമ്മളെ കോട്ട കെട്ടുകയാണ്. അവൻ നമ്മളെ പുതിയ ഉടമ്പടിയുടെ രക്തം, യേശുവിൻ്റെ രക്തം. യേശു തൻ്റെ രക്തം കൊണ്ട് നമ്മളോട് ഓരോരുത്തരുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നു. അവൻ്റെ രക്തം വഴി രക്ഷയുണ്ട്, പാപമോചനമുണ്ട്, കൃപയുടെ സമൃദ്ധിയുണ്ട്, അനുഗ്രഹമുണ്ട്, വിടുതലുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എല്ലാം അവൻ്റെ രക്തം വഴി നമുക്ക് ലഭിക്കുകയാണ്. യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തെ വിളിച്ചപേക്ഷിക്കാം. ആ പരിശുദ്ധ രക്തത്തെ നമുക്ക് ആരാധിക്കാം. യേശു നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുമോ? ചെയ്ത് കഴിഞ്ഞു. ഇന്ന് പകല് പ്രാർത്ഥിക്കാനായിട്ട് വന്ന എലിസബത്ത് ഒന്ന് കയറി വരാവോ? ഈ മകൾ കിട്ടിയ ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം നോക്കി കേൾക്കാം. എലിസബത്തിന് കർത്താവ് നൽകിയ അത്ഭുതകരമായ ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം നമ്മളിപ്പോൾ കണ്ട് കർത്താവിനെ ഇന്ന് മഹത്വപ്പെടുത്താൻ പോവുക, കേട്ട് മഹത്വപ്പെടുത്താൻ പോവുക. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ പൻവേൽ പാരിഷിൽ നിന്ന് വരുന്നു.
ഞാൻ 19 years old ആണ്. എനിക്ക് 3 വർഷത്തോളം എനിക്ക് ഡിസ്ക് ബൾജ്, ഡിസ്ക് കംപ്രഷൻ ആൻഡ് നെർവ് കംപ്രഷൻ ഇത് മൂന്നും വന്നിട്ട് എൻ്റെ കാല് ഇങ്ങനെ ഷിവർ ആവുമായിരുന്നു. ലൈക്ക് ഇറ്റ് യൂസ് ടു ഷിവർ. ആൻഡ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് തളരാനുള്ള സാധ്യതകളുണ്ട്, അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടറിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഓപ്പറേഷൻ ചെയ്യാൻ. 19 വയസ്സേ ഉള്ളൂ, വല്ലതും പ്രശ്നം പറ്റിയാൽ തളരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാരണം ഡോക്ടർ ഒരു ഹോപ്പ് ഇല്ലാതെ എനിക്ക് സ്പൈനൽ ഇഞ്ചെക്ഷൻ L3 L4 എനിക്ക് ഇത് സംഭവിച്ചത്. സ്പൈൻ ഇഞ്ചെക്ഷൻ തന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഹോപ്പൊന്നുമില്ല, പക്ഷേ വിൽ സീ വാട്ട് ഹാപ്പൻസ്. എനിക്ക് 72 hours തന്നു. ഒരാഴ്ചത്തോളം എനിക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആദ്യം ചെമ്പൂർ അഡോറേഷനിലാണ് സ്പൈനൽ ഇഞ്ചെക്ഷൻ എടുത്ത് പോയത്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. അമ്മയാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ പ്രാർത്ഥിച്ചു. അവിടെ വെച്ച് ദൈവത്തിന് മുമ്പിൽ പറഞ്ഞു എനിക്ക് സൗഖ്യം തരണമെന്ന്. ഒരാഴ്ചത്തോളം എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഒരാഴ്ച ശേഷം തിരിച്ചും എനിക്ക് വേദന, എൻ്റെ കാല് വിറയൽ, എനിക്ക് ഈ ഭാഗം ആകെ കൂനിപ്പോയായിരുന്നു. ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല എനിക്ക്. അപ്പം ഇത് മമ്മി സാബു ബ്രദറിൻ്റെ ധ്യാനം യൂട്യൂബിലൂടെ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് കോട്ടയത്ത് വടവാതൂർ റിട്രീറ്റ്, ക്രിസ്ത്യൻ റിട്രീറ്റിലാണ് ഞാൻ പോയി കൂടിയത്. അവിടെ വെച്ച് എനിക്ക് ബെൽറ്റൊക്കെ ഉണ്ടായിരുന്നു, ഒരു മുട്ടൻ വലിയ കട്ടിയുള്ളൊരു ബെൽറ്റൊക്കെ ഉണ്ടായിരുന്നു. ബ്രദർ എന്നെ സ്റ്റേജിൽ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ, നീ സുഖപ്പെടുമോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് സ്ക്വാട്സ് ഇങ്ങനെ ഇരുന്ന് എണ്ണീക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ബ്രദർ എൻ്റെ നട്ടിൽ 8 പ്രാവശ്യം തട്ടി വചനം പറഞ്ഞു. വചനം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നീ ഇരുന്ന് ഓടുക, ആൾക്കാരുടെ മുമ്പിൽ ഓടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഓടി തിരിച്ചു വന്നു. എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ എൻ്റെ റൈറ്റ് കാല് എനിക്കൊരു ചട്ട് പോലെ ഞാൻ നടക്കുമായിരുന്നു. ഈ വേദന കാരണം ഇങ്ങനെ ചട്ട് ആയിട്ട് എൻ്റെ ഈ കാലിൻ്റെ നീളം കുറഞ്ഞു. ഞാൻ എൻ്റെ ലെഫ്റ്റ് ഓൾമോസ്റ്റ് 1-2 inches നീളക്കുറവുണ്ടായിരുന്നു. അതാണ് ഞാൻ നടക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ചട്ടുണ്ടായിരുന്നു എന്ന്. ബ്രദറിനോട് ഇത് പറഞ്ഞപ്പം ബ്രദറിൻ്റെ റൈറ്റ് കാലെടുത്ത് എൻ്റെ റൈറ്റ് കാലിൽ വെച്ചിട്ട് പറഞ്ഞു നീളം വരട്ടെ എന്ന്. നീളം വന്നു. എനിക്ക് കർത്താവ് സാബു ബ്രദർ വഴി എനിക്കൊരു സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. താങ്ക് യു ലോർഡ്. എലിസബത്തിൻ്റെ നട്ടല് കർത്താവ് സൗഖ്യമാക്കി ഓപ്പറേഷൻ പറഞ്ഞതാണ്. അത് കർത്താവ് ഹീൽ ചെയ്തു. കാലിന് 2 inch അല്ലേ, 2 inch നീളക്കുറവുണ്ടായിരുന്നു. അവന് ചട്ടി നടന്ന് ആ കാലിൻ്റെ അസ്ഥികളൊക്കെ വളർന്ന് കാല് ഒപ്പമായി. ഹല്ലേലൂയ. അങ്ങനെ അത്ഭുതമായൊരു സൗഖ്യമാണ് എലിസബത്തിന് കർത്താവ് നൽകിയത്. ഇന്ന് വന്ന് കണ്ടു, പ്രാർത്ഥിച്ചിരുന്നു. ഹല്ലേലൂയ. ഒന്ന് കരമെടുത്തി പിടിച്ച് ഈ മകളെ ഒന്ന് എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ മകളുടെ സൗഖ്യം പൂർണ്ണമായതിനെ ഓർത്ത് നന്ദി പറയുന്നു. നട്ടല്, നടുവ്, ഡിസ്കുകൾ, കാലുകളൊക്കെ പൂർണ്ണമായിട്ട് ബലമാവട്ടെ. നിൻ്റെ വലിയ ഒരു സാക്ഷ്യമായി തീർന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. നിൻ്റെ സാക്ഷിയായി മാറട്ടെ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ.